ബാലഭാസ്കറിന്റെ കാറപകടവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിർണായക സൂചനകൾ തുടക്കത്തിൽ നമുക്ക് നൽകിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സൈക്കോളജിക്കൽ അനാലിസിസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് മാധ്യമങ്ങളിലോ മറ്റെങ്ങോ വന്നിട്ടുള്ള കാര്യമല്ല, ഏകദേശം 6 വർഷം പുറയിലുള്ളതാണ്. ഇത് ഹൈലി മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ലെറ്റർ തന്നെയാണ്. കാറിൽ നിന്നിറങ്ങി പോലീസിൽ അറിയിച്ച് എല്ലാവരെയും ആംബുലൻസിൽ കയറ്റിവിട്ട് ചോരപുരണ്ട യൂണിഫോമുമായി അജി വീണ്ടും ഡ്യൂട്ടി തുടങ്ങി. 22 യാത്രക്കാരുമായി. ഇതിലെ ഓരോ സെന്റൻസിന്റെയും ലാസ്റ്റ് നോക്കുക. 3 ഡോട്ട് അല്ലെങ്കിൽ 4 ഡോട്ട് അല്ലെങ്കിൽ 5 ഡോട്ട് 6 ഡോട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഡോട്ടുകൾ ഒരു സെന്റൻസിൽ ഇടുന്നതെന്ന് പറയുന്നത് എലിപ്സിസ് എന്നാണ് പറയുന്നത്. ഒരു സെന്റൻസ് അപൂർണമായിട്ട് നിർത്തിയിട്ട് ബാക്കി കാര്യം വായിക്കുന്ന ആൾ ഇമാജിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാറുള്ളതാണ്. കൊടുക്കുന്നതെന്ന് പറയുന്നത് നല്ല ഒരു ഉദ്ദേശത്തിൽ വേണമെങ്കിൽ കൊടുക്കാം, മാനിപ്പുലേറ്റിംഗ് ആയിട്ടും കൊടുക്കാം. ഇല്ലാത്ത ഒരു വികാരം ആൾക്കാരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വിധത്തിൽ വേണമെന്നുണ്ടെങ്കിലും ഈ എലിപ്സിസ് യൂസ് ചെയ്യാറുണ്ട്. പ്രോബ്ലം എന്ന് പറയുന്നത് അവിടെയല്ല. നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു സെന്റൻസിലോ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു സെന്റൻസിലോ ഇടയ്ക്ക് ഒരു സെന്റൻസിലോ വല്ലപ്പോഴും ഒക്കെ എലിപ്സിസ് വന്നു പോയാൽ കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു പോസ്റ്റിൽ എല്ലാ സെന്റൻസിലും എലിപ്സിസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് പെട്ടെന്ന് അതിനകത്തോട്ട് നമ്മുടെ ശ്രദ്ധ പോയെന്ന് പറയുന്നത്. അവ്യക്തതയെ ജനങ്ങൾ ഫില്ല് ചെയ്തോട്ടെ എന്ന ഉദ്ദേശത്തിലാകെ എഴുതുന്നത്. ഇവിടെ പല സെന്റൻസുകളും നോക്കുക. അസമയം ഡോട്ട് ഡോട്ട് ഡോട്ട്, വിജനമായ റോഡ് ഡോട്ട് ഡോട്ട് ഡോട്ട്, ചോര പുരണ്ട യൂണിഫോമുമായി ഡോട്ട് ഡോട്ട് ഡോട്ട്. ഇതെല്ലാം പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പിക്ചർ കയറി വരുന്നില്ലേ? അമിതമായിട്ട് നാടകവൽക്കരിച്ച പല സെന്റൻസുകളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് പ്രേക്ഷകന്റെ